മനസ്സിലാക്കിയിരിക്കുന്നത് റിപ്പീറ്റർ ആകുന്നതും സൂപ്പർ റിപ്പീറ്റർ ആകുന്നതും എല്ലാം ഒറ്റ കാരണം കൊണ്ടാണ് അവരവരുടെ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് മന്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു കുട്ടിയോട് പറയാനുള്ളത് 10 ബിരിയാണി ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ടിരിക്കും. 16 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ച കുട്ടികളെ എനിക്കറിയാം. പക്ഷേ അവർക്ക് റിസൾട്ടിലോട്ട് എത്താൻ പറ്റാത്തത് അവർ മോളിപ്പി പറഞ്ഞ ഈ ട്രാൻസ്ഫോർമേഷന് തയ്യാറാകാത്തതാണ്. ഈ ട്രാൻസ്ഫോർമേഷന് തയ്യാറാകാത്തത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ആ 3 മണിക്കൂറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആകേണ്ടതുണ്ട്. നീറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെയോ നിങ്ങളുടെ പാരൻസോ ദിവസവും ചോദിക്കുന്ന ഒരു ചോദ്യമാണോ ഇത്തവണയെങ്കിലും മെഡിസിൻ കിട്ടുമോ? അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എൻട്രൻസ് മേഖലയിൽ 17 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ കൈനറ്റിക്സ് ലേണിംഗിന്റെ CEO നിതിൻ സർ എന്ന നമ്മുടെ കൂടെയുണ്ട്. ഹായ് സർ. ഹായ്. ആദ്യം തന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, എന്താണ് കൈനറ്റിക്സ്? കൈനറ്റിക്സിൻ്റെ സ്ലോഗണിൽ തന്നെ അത് പറയുന്നുണ്ട്, ഡിസ്കവറി, ഡയറക്ഷൻ, ഡെസ്റ്റിനി. സോ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ടിലോട്ട് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ എത്താൻ പറ്റാത്തത് എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് ഡയറക്ഷൻസ് തന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സക്സസ് അത് നിങ്ങൾക്ക് എത്തിച്ചു തരാനായിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് കൈനറ്റിക്സ്. ഇന്നിപ്പോൾ നമ്മുടെ ചുറ്റും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ട് ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് കൈനറ്റിക്സിന്റെ പ്രത്യേകത? നമ്മൾ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ലൈക്ക് ദേ ആർ പ്രിപ്പയറിങ് എനി സ്റ്റുഡൻറ്റ് ഫോർ എനി എൻട്രൻസ് എക്സാമിനേഷൻ അല്ലേ. സോ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ അക്കാഡമിക്സിന് വലിയൊരു റോളുണ്ട്. പക്ഷേ അക്കാഡമിക്സിന് മാത്രമല്ല അതിനകത്ത് റോൾ. ഫൈനലി കുട്ടികൾ ആ 3 hourന് വേണ്ടിയിട്ട് എത്രമാത്രം പ്രിപ്പയർഡ് ആയി, അല്ലെങ്കിൽ എങ്ങനെ അവരെ ആ ഒരു 3 hourലോട്ട് നമ്മൾ അവരെ മോൾഡ് ചെയ്തെടുക്കണം എന്നുള്ളതിൽ അക്കാഡമിക്സ് കൂടാണ്ട് പല ഫാക്ടേഴ്സും വരുന്നുണ്ട്. ആ അഡീഷണൽ ഫാക്ടേഴ്സും പല കുട്ടികൾക്കും പല രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുക. സോ ഹിയർ വി ട്രീറ്റ് എവറി സ്റ്റുഡൻറ്റ് ആസ് ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇൻഡിവിജ്വൽസിനുള്ള കേസസ് എല്ലാം ഡിഫറെൻ്റ് ആണ്, അതിനുള്ള സൊല്യൂഷൻസ് ഡിഫറെൻ്റ് ആണ്. സോ വൺ ഓൺ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ആ 3 hourന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ അക്കാഡമിക്സിനോടൊപ്പം ബാക്കി എല്ലാ എലിമെൻസിനും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് നമ്മൾക്കിവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഇഫ് യു റിയലി don't want to stick on to your mistakes that you already did, then Kinetics must be your first choice. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി കൈനറ്റിക്സ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൈനറ്റിക്സ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്? നീറ്റ് ഓപ്റ്റ് ചെയ്യാൻ പോകുന്ന കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാനത് പറഞ്ഞു, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് കൈനറ്റിക്സ് എന്നുള്ളത്. സോ ഐ തിങ്ക് ആൻസർ ഈസ് ഓൾറെഡി ദേർ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ പാരൻസ് കാണുന്നുണ്ടാവും. അപ്പോൾ അവരുടെ മക്കളെ ഈ ഒരു കൈനറ്റിക്സിലേക്ക് നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അവർ അയക്കുകയാണെങ്കിൽ അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഡോക്ടറായി കാണാനായിട്ട് ആഗ്രഹിച്ചു എന്നും പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ അവരെന്ത് ചെയ്യരുത്, നീറ്റ് പ്രിപ്പറേഷനിലോട്ട് തള്ളിവിടരുത്. അവരത് ആക്ച്വലി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അവരൊരു ഡോക്ടറായാൽ സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവരെ ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പറയുക, ലൈക്ക് യു ഡു ഇറ്റ് ഫോർ ദിസ് റീസൺസ്. അതല്ല അവരാഗ്രഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന് കമ്പൽ ചെയ്യരുത്. അത് അവരോടും സമൂഹത്തിനോടും ചെയ്യുന്നൊരു ദ്രോഹമാണെന്നാണ് ആസ് എ ടീച്ചർ ഞാൻ വിശ്വസിക്കുന്നത്. സാറിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ മേക്ക് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? They repeat their mistakes. That is the thing. ഓക്കെ, പിന്നെ നമ്മൾ കൈനറ്റിക്സ് കുട്ടികൾക്ക് ഫ്രീ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു കാര്യം കൈനറ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഫ്രീ റിസോഴ്സ് എന്ന് പറയുമ്പം ഞാനതിനെ അതിലൊത്തിരി കമൻ്റ് ഒന്നും ചെയ്യാൻ തയ്യാറല്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ലൈക്ക് വൈ കൈനറ്റിക്സ് എന്ന് നമ്മൾ ചോദിച്ച അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അക്കാഡമിക്സ് കൂടാണ്ട് വേറെ പല ഫാക്ടേഴ്സും ഉണ്ട്. അതിനകത്ത് അവരുടെ ടെസ്റ്റ് സീരീസ് വരും, ടെസ്റ്റ് സീരീസിന് ശേഷമുള്ള അനാലിസിസ് ഉണ്ടാകും, അതുപോലെ തന്നെ അവർക്ക് വേണ്ട കൗൺസിലിംഗ് സെഷൻസ് ഉണ്ടാകും. സോ ഇതെല്ലാം ഫ്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ അത് ഫ്രീ അല്ല. ഞങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നിങ്ങളുടെ ഒരു ആനുവൽ ഫീസ് എന്ന് പറഞ്ഞിട്ട് എക്സ് എമൗണ്ട് നമ്മൾ വാങ്ങുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അത് ഫ്രീ ആണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഫ്രീ അല്ല. ബിക്കോസ് വി ആർ ചാർജിങ്
ദാറ്റ് അല്ലേ. നമ്മൾക്ക് ആ സ്റ്റാഫിനൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാലറി കൊടുക്കേണ്ടതുണ്ട്, നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. ബട്ട് വൺ തിങ് ഐ ക്യാൻ ടെൽ യു, ഇതിനൊന്നും നിങ്ങൾ സെപ്പറേറ്റ് ചാർജസ് കൊടുക്കണ്ട. ഫോർ എക്സാമ്പിൾ, ഇന്ന് നിങ്ങളൊരു സെഷൻ എടുത്തു, ഓക്കെ, ഇന്ന് 500 രൂപ, നാളെ വീണ്ടും ഒരു സെഷൻ വന്നു, അപ്പം ഇന്നലെ വന്നതല്ലേ, അപ്പം ഇന്നും എന്നാൽ കുഴപ്പമില്ല, ഒരു 300 രൂപ ഡിസ്കൗണ്ട്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. ദർ ഈസ് നോ ഹിഡൻ ചാർജസ്. നിങ്ങൾ എത്ര ഫീസാണോ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. അഡീഷണലി നത്തിങ് യു ഹാവ് ടു പേ, നത്തിങ് മീൻസ് സീറോ എക്സ്പെൻസ്. സോ അതുകൊണ്ട് തന്നെ ഫ്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഇറ്റ്സ് നോട്ട് ഫ്രീ, വി ആർ ഓൾറെഡി ചാർജിങ്. പക്ഷെ അത് കൃത്യമായിട്ട് പറഞ്ഞത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സാറിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് റിപ്പീറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് സാറിന് തോന്നി? മോളെ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് റിപ്പീറ്റർ ആകുന്നതും സൂപ്പർ റിപ്പീറ്റർ ആകുന്നതും എല്ലാം ഒറ്റ കാരണം കൊണ്ടാണ്. അവരവരുടെ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നും ഇല്ലാണ്ട് കഴിഞ്ഞ തവണ ഫോളോ ചെയ്ത അതേ മെറ്റീരിയൽ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. സോ എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്നവരോടും റിപ്പീറ്റ് ചെയ്യുന്നവരോടും പറയാനുള്ളത്, കോൺസെപ്റ്റ്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ്സ് നല്ല രീതിയിൽ ഒരു തവണ പഠിക്കുക. അതിനുശേഷം അതിനെ ബേസ്ഡ് ചെയ്തിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ഇക്വേഷൻ ചാർട്ട്സും ഒക്കെ ഉണ്ടാക്കിയിട്ട് റിവിഷന് വേണ്ടിയിട്ട് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. പിന്നീട് ആസ് ദ ടൈം മൂവ്സ് ഓൺ, നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പ്രാക്ടീസിനും അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് ആക്യുറസിയാണ്. ഈ സ്പീഡ് ആക്യുറസി എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ആദ്യമേ ചെയ്യുമ്പോൾ കിട്ടുന്നതല്ല. അത് മൾട്ടിപ്പിൾ ടൈംസ് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തിട്ടേ നിങ്ങൾക്ക് ഈ സ്പീഡ്സിലോട്ടും അതുപോലെ തന്നെ ആക്യുറസിയിലോട്ടും എത്താനായിട്ട് പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് you need to be very consistent, you need to be highly disciplined, and you need to strictly follow your timetable. അത് ഓൾറെഡി ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നെക്സ്റ്റ് ടൈം ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്താകും, നിങ്ങൾ ആഗ്രഹിച്ച ഒരു 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 സക്സസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് പ്രയർ ടു ഓൾ ദീസ് തിങ്സ്, മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞല്ലോ. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് പറ്റണം. വാട്ട് വാസ് ദ മിസ്റ്റേക്ക്, അതൊരു എക്സ്പേർട്ടിൻ്റെ അടുത്തും തന്നെ ചെയ്യുക. കാരണം ഒരു തവണ ചെയ്തു വീണ്ടും ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും സംവെയർ നമ്മൾ അത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്നല്ലേ. സോ ഐഡൻറ്റിഫൈ ദാറ്റ്, ഫിക്സ് ഇറ്റ്, ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ. ഓക്കെ സർ, എന്തുകൊണ്ടാണ് നീറ്റ് റെസിഡൻഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ക്യാമ്പസ് എന്നൊരു ലേബൽ കൈനറ്റിക്സിനുള്ളത്? നമ്മൾ ഈ കൈനറ്റിക്സിൻ്റെ എന്താണ് കൈനറ്റിക്സ് എന്നുള്ള പരസ്യങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ട് നമ്മൾ വീഡിയോ കൊടുക്കുമ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. സോ നമ്മൾ തുടക്കത്തിൽ ചോദിച്ചു, എല്ലാത്തിനും ആക്ച്വലി ഞാൻ പലപ്പോഴായിട്ട് ഉത്തരം പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കൈനൊക്കെ നമ്മൾ അതിനെന്ത് ചെയ്യുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെ ഞാൻ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ക്യാമ്പസ് എന്ന് ഞാനിത് പറയുമ്പം എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസുമായിട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്യണം. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ട, രാജസ്ഥാനിൽ. അവിടെ നിന്നാണ് ഞാൻ ആസ് എൻ എൻട്രൻസ് ട്യൂട്ടർ ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഐ വാസ് ദെയർ, 3 lakh പ്ലസ് സ്റ്റുഡൻസ് ഒരേ വർഷം വന്ന് അവിടെ പഠിച്ചു പോകുന്നവരാണ്. അവിടുന്ന് സെലക്ഷൻ കിട്ടുന്നത് വളരെ ചുരുക്കം പേർക്കാണ്. ദർ ഇസ് അനദർ തിങ്, നമുക്കതിനെ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട. പക്ഷേ അവിടെ എനിക്കൊരു ഇൻപുട്ട് തന്നത്, ആസ് എൻ എഡ്യൂക്കേറ്റർ, ആസ് എ ഗൈഡ്, ആസ് എ മെൻറ്റർ, എനിക്കൊരു ഇൻപുട്ട് കിട്ടിയത്, ഈ കിട്ടാണ്ട് പോകുന്ന കുട്ടികൾക്ക് അല്ലേ, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. സോ അവർ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവർ ഹ്യൂജ് ടൈം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിട്ടുണ്ട്. 16 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ച കുട്ടികളെ എനിക്കറിയാം. പക്ഷേ അവർക്ക് റിസൾട്ടിലോട്ട് എത്താൻ പറ്റാത്തത് അവർ മോളിപ്പോൾ ഈ പറഞ്ഞ ഈ ട്രാൻസ്ഫോർമേഷന് തയ്യാറാകാത്തതാണ്. ഈ ട്രാൻസ്ഫോർമേഷന് തയ്യാറാകാത്തത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ആ 3 മണിക്കൂറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആകേണ്ടതുണ്ട്. ആ പ്രിപ്പയർ ആകുന്നതിനകത്ത് അക്കാഡമിക്സ് ഞാൻ പറഞ്ഞതാണ്, നല്ല രീതിയിൽ സബ്ജക്റ്റിൽ നോളജ് ഉണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ ക്വസ്റ്റ്യൻസിനെ ഉണ്ടല്ലോ ആസ് എ സ്റ്റുഡൻ്റ് അല്ല അപ്രോച്ച് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന ആളുടെ ആംഗിളിൽ നിന്ന് തന്നെ അഡ്രസ്സ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോഴും കുട്ടികളോട് പറയാറുള്ളതാണ്, ഏത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നും ഏത് ക്വസ്റ്റ്യൻസ് ചെയ്യരുതും എന്നുള്ളതും എന്താണ്, ഒരു ബ്രില്യൻസ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഞാൻ ലാസ്റ്റ് റൗണ്ടിലേ ചെയ്യാൻ പാടുള്ളൂ, ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഇതാണ്. സോ
ഒരു നമ്മൾ സ്കൂളിൽ പഠിച്ച ഒരു പാറ്റേൺ അതിങ്ങനെയാണ്, ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണം, അത് ഇങ്ങനെ ചെയ്യണം എന്നും എൻട്രൻസിന് വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം ഇല്ലേ? സോ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ഫോർമേഷൻ മാൻഡേറ്ററി അല്ലേ? സോ ആ ട്രാൻസ്ഫോർമേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട്, എന്നാൽ അക്കാഡമിക്സിൽ ഒരു ഗ്യാപ്പും വരാണ്ട് ഒരു കോംപ്രമൈസും ചെയ്യാണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. 2, ഏതെങ്കിലും ഒരു എക്സാമിനേഷന് മാർക്ക് കുറഞ്ഞു. സ്വാഭാവികമായിട്ടും ആസ് എ സ്റ്റുഡൻറ് മോൾക്ക് എക്സാമിനേഷന് മാർക്ക് കുറഞ്ഞപ്പം ഹൗ യു ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ? ആക്ച്വലി നമുക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്, എവിടെ ഇപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റോങ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ റോങ് ആയത്, അല്ലെങ്കിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് റോങ് ചെയ്തു, അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇപ്പോ കൺഫ്യൂഷൻസ്, നമുക്ക് കൺസെപ്റ്റ് മാറിപ്പോയിട്ടുണ്ടോ, അതിനെ മനസ്സിലാക്കിയാൽ. ഓക്കെ, സോ ഞാൻ പറയുന്നു, മോളൊരു പരീക്ഷ എഴുതി, ഞാൻ അതിന്റെ മാർക്ക് പറയുന്നതിന് പകരം മോളോട് പറയുകയാണ്, മോളെ ഒന്നാമത്തെ ക്വസ്റ്റിൽ നീ മിസ്റ്റേക്സ് വരുത്തി, ഇനി ഇതിങ്ങനെ ചെയ്യരുത്. രണ്ടാമത്തേനകത്ത് ഇങ്ങനെ ഒരു മിസ്റ്റേക്സ് വരുത്തി, ഇതിങ്ങനെയല്ല വേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയും ലെങ്തി ആയിട്ട് ചെയ്തു, ഇത് എങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മോളെ അടുത്ത എക്സാമിനേഷനോട്ട് പറഞ്ഞു വിടുന്നതാണോ, അതോ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നിനക്ക് 10ൽ ഇത്ര മാർക്കാണ് കിട്ടിയതെന്ന് പറയുന്നതാണോ? ആക്ച്വലി ആസ് എ സ്റ്റുഡൻറ് ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി എന്ന ഒരു ആംഗിളിൽ which one is more comfortable for you and which one gives more confidence for you? ഫസ്റ്റ് വൺ ആയിരിക്കും. ഈ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ കൈനറ്റിക്സിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ക്യാമ്പസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ് സർ, റാൻഡം ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിതൊക്കെ പോഡ്കാസ്റ്റ് കണ്ട് ശീലിച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞു. ഓക്കെ, അപ്പൊ സർ പെട്ടെന്ന് ആൻസർ പറയുന്ന ഒരു റാപ്പിഡ് ഫയർ സെഷൻ വെക്കാം. സർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 12 മണിക്കൂർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ അതോ 6 മണിക്കൂർ സ്മാർട്ടായി വർക്ക് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണോ സക്സസ്ഫുൾ ആവാനുള്ള പോസിബിലിറ്റി കൂടുതൽ? ചോദ്യത്തിന് അതന്നെ ഉത്തരം ഉണ്ടല്ലോ. 6 മണിക്കൂർ സ്മാർട്ട്, ഒബ്വിയസ്ലി. ഓക്കെ, നീറ്റ് ആസ്പിറൻസിന്റെ ഏറ്റവും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ഹാബിറ്റ്? നീറ്റ് ആസ്പിറൻസിന്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ്? അത് അവരുടെ തന്നെ സെൽഫ് ഡൗട്ട്. അവരെ തന്നെ അവർ ഡൗട്ട് ആയിരിക്കും, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഡെഡ്ലി ഡേഞ്ചറസ്. ഓൾമോസ്റ്റ് മിക്ക സ്റ്റുഡൻസും നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ഫിസിക്സ് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഫിസിക്സ് അങ്ങനെ പേടിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്? ഒരിക്കലുമല്ല. ദ അപ്രോച്ച് ഈസ് ടോട്ടലി റോങ്. അതുകൊണ്ടാണ് ഫിസിക്സ് അവർക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് ഉള്ളത്. സോ ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് മോർ ഓൺ തിയറി മൾട്ടിപ്പിൾ ടൈംസ്, തിയറി വീണ്ടും പഠിക്കുന്നതിന് പകരം ദേ ഹാവ് ടു ഫോക്കസ് ഓൺ ടു ദ ന്യൂമറിക്കൽസ്. സോ റാപ്പിഡ് ഫയർ ആണ് ഞാൻ ഇച്ചിരി ഇലാബറേറ്റ് ആക്കി കളഞ്ഞു. അത് ഇറ്റ് ഷുഡ് ബി ബെനിഫിഷ്യൽ ഫോർ ദ സ്റ്റുഡൻസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നെക്സ്റ്റ്, ബയോളജി ബൈ ഹാർട്ട് ചെയ്യണോ അതോ മനസ്സിലാക്കി പഠിക്കണം? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദേ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. കെമിസ്ട്രിന്റെ ഫോർമുല മറക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യു മസ്റ്റ് മേക്ക് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഇക്വേഷൻ ചാർട്ട്സ് ഉണ്ടാക്കുക. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു ഡു ദാറ്റ്. ഓക്കെ, റിപ്പീറ്റേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ്? ഓൾറെഡി ഡിഡ് ഇറ്റ്, ഡോണ്ട് റിപ്പീറ്റ് യുവർ മിസ്റ്റേക്സ്. ഓക്കെ, റാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വൺ വേർഡ്? കൺസിസ്റ്റൻസി. 10 ഗൈഡുകൾ അല്ലെങ്കിൽ ബുക്കുകൾ വാങ്ങണോ അതോ ഒരൊറ്റ ബുക്കിൽ ഫോക്കസ് ചെയ്യണോ? Stay focused on to one. But that must be a complete package. Motivation or discipline? Discipline. Why not? It's always discipline. ലാസ്റ്റ് മന്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു കുട്ടിയോട് പറയാനുള്ളത്? 10 ബിരിയാണി ഒരുമിച്ച് കഴിക്കുന്ന പോലെ ഇരിക്കും. That's all. Okay. Night owl or early bird? Early bird, why not? നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ സാറിന്റെ ഒരു ഫേവറേറ്റ് വേർഡ് ഏതായിരിക്കും? ഓൾറെഡി ഏതൊരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞു. Again, it's consistency. ഓക്കെ, നീറ്റ് പ്രിപ്പറേഷൻ ആൻഡ് മൊബൈൽ എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ സാർ എങ്ങനെ അതിനെ അഡ്രസ് ചെയ്യും? See, it's a very common question. പിന്നെ ഞാൻ പലപ്പോഴും റാപ്പിഡ് ഫയർ ആയിട്ട് എനിക്കിത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്ന് ബ്രീഫ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പല ഇൻ്റർവ്യൂസിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരുന്നു, അല്ലെങ്കിൽ 2 വർഷത്തേക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് അങ്ങനെയുള്ള വലിയൊരു സാക്രിഫൈസ് ഒന്നും നടത്തേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. ബിക്കോസ് ഈ സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതിനാണ് നമ്മൾ ഈ സാക്രിഫൈസ് എന്നൊക്കെ പറയുന്നത്. സോ മൊബൈൽ ഫോൺ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ബിക്കോസ് നിങ്ങളൊരു ഡോക്ടർ ആകാനായിട്ട് സ്വപ്നം കണ്ട ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസും അതിൻ്റെതായ യൂസസും ഒക്കെ ഉണ്ട്. സോ ലൈക്ക് എഗെയിൻ റാപ്പിഡ് ഫയറിൻ്റെ ഒരു ആംഗിളിൽ ഇതിന് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഫോർ എ ഡിസ്ട്രാക്ഷൻ, ബട്ട് ഇറ്റ് മസ്റ്റ് ബി ഫോർ യുവർ ബെനിഫിറ്റ്സ്. ദാറ്റ്സ് ഇറ്റ്. സോ ഉപയോഗിക്കുന്നതിനകത്ത് ഞാൻ തെറ്റൊന്നും കാണുന്നില്ല.
സർ, സാറിന്റെ കുറച്ച് സ്റ്റുഡൻസ് നമുക്ക് സാറിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. സാർ ഇതൊന്ന് കണ്ടു നോക്കൂ. Hello everyone, my name Harshit. is Gupta. I am passed out from IIT Jodhpur and currently I am working in Oracle at Bangalore office. I would like to take a moment of your time to share my experiences with Krishna sir. അത് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. ആക്ച്വലി ഹർഷിത് ഐ ടി ജോധ്പൂരിൽ നിന്ന് ബിടെക് കഴിഞ്ഞിട്ട് ആമസോണിൽ നിന്നും അതുപോലെ തന്നെ ഒറാക്കിൾ, ഈ 2 കമ്പനിയിൽ നിന്ന് അവൻ ഓഫർ ലെറ്റർ ഉണ്ടായിരുന്നു. സോ അവൻ ക്യാമ്പസ് സെലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചതാണ്. സോ ഹർഷിതിൻ്റെ ഒരു ലൈക്ക് ആ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ്റഗ്രേറ്റഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 9th ഫൗണ്ടേഷനിൽ ഞാൻ അവനെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. ദെൻ 11th 12th IIT ബാച്ച്, അഡ്വാൻസ് ബാച്ച് ആയിരുന്നു. എൻ്റെ ബാച്ചിൽ തന്നെയായിരുന്നു. സോ ആളുടെ അയൽവാസി അങ്കിൾ സംബഡി ലൈക്ക് ദാറ്റ് ആളോട് പറഞ്ഞു, ഐ ഡോണ്ട് നോ, ഓക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരെടുക്കാം. അന്ന് ഫിഡ്ജി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര ഫേമസ് ആയിട്ട് ഡൽഹിയിൽ അവർ നല്ല റിസൾട്ടൊക്കെ നല്ല രീതിയിൽ അവർ ക്ലാസ്സൊക്കെ കൊടുക്കുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു, ടെസ്റ്റ് സീരീസ് എടുക്കണമെന്ന് ജോയിൻ ചെയ്യണം എന്തോ അങ്ങനെ പറഞ്ഞു. സോ ആരുടെ ഒരു കമ്പൽഷന് വഴങ്ങിയിട്ട് ആൾ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ വീക്കെൻഡ് ക്ലാസ്സസാണ്, സാറ്റർഡേ സൺഡേ പോകണം. അപ്പോൾ ആൾ പോയി ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ, ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ ക്യാബിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സർ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഞാൻ ഫിഡ്ജിയിൽ പോയി തുടങ്ങി, ക്ലാസ്സൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ നല്ല ക്ലാസ്സാണ്, നല്ല ടീച്ചേഴ്സാണ്, പക്ഷേ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ മെറ്റീരിയലും കൊണ്ടുവന്ന സാർ എനിക്ക് സോൾവ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ഓഫീസ് അവറിൽ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നീ ഏർലി മോർണിംഗ് വരാൻ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ എത്ര മണിക്ക്? ഞാൻ പറഞ്ഞു ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് ഒരുമിച്ചിരിക്കാം, ഐ മീൻ ഏർലി മാൻ. അപ്പോൾ ഞാൻ എന്നോട് 6 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി 6 മണിയാകുമ്പോഴത്തേക്കും വരും. അപ്പോൾ ഇവനിങ്ങനെ സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവൻ്റെ ഈ ക്വസ്റ്റ്യൻസ് അപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ അതാണ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത്, ഈ കുട്ടികളുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആക്ച്വലി ഈ ട്രാൻസ്ഫോർമേഷൻ എല്ലാം എനിക്ക് ഈ ഒരു കോൺസെപ്റ്റ് എല്ലാം തന്നത് എൻ്റെ മക്കൾ തന്നെയാണ്. ഇവരാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളെന്ന് എന്നോട് പറയുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനെല്ലാം എനിക്കൊരു പ്രചോദനം എന്ന് പറയുന്നത് ഈ കുട്ടികളുമായിട്ടുള്ള എക്സ്പീരിയൻസാണ്. സോ ആൾ സ്റ്റക്കാകുന്ന ഏരിയ ഏതാണ്, അവൻ കറക്റ്റ് ഓപ്ഷനിലോട്ട് എത്താനായിട്ട് ഇവന് വരുന്ന കൺഫ്യൂഷൻസ് എന്താണ്, ഇതെല്ലാം നമ്മളൊരു കുട്ടിയുമായിട്ട് ഇരിക്കുമ്പം നമുക്കതെല്ലാം കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും. അവൻ എന്താണ് ഒരു ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ആസ് എ സ്റ്റുഡൻറ്റ് അവൻ എന്തായിരിക്കും ചിന്തിക്കുക, ആസ് എ ടീച്ചർ ഞാൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകുക, ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പാണല്ലോ എന്ന് പറയാം അവരുടെ ആ സക്സസ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഈ ഇൻഡിവിജ്വൽ സെഷനിൽ ഈ മോന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ ഇത് ഹർഷിത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം അയച്ചു തന്നു, നിങ്ങളവനെ കോൺടാക്ട് ചെയ്തെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇത് നിങ്ങളവിടുന്ന് ലിങ്ക്ഡിനിൽ നിന്ന് വല്ല ഒപ്പിച്ചാണ് എന്ത് കണക്ഷൻ എങ്ങനെ തപ്പിയെടുത്തത്? ഐ ഡോണ്ട് എനിവേ അത് കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. താങ്ക് യു. സർ, ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോമിസ് എന്താണ്? നമ്മൾ ഈ ചാനൽ ഫോളോ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രോമിസും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഫോളോ ചെയ്യുന്നതാണ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ജസ്റ്റ് ക്ലിക്ക് അല്ലേ. ഈ ചാനലിൽ ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് തരുന്ന ഗൈഡൻസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ്, ഇതെല്ലാം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഞാൻ മോള് തന്നെ കുറച്ച് മുന്നേ ചോദിച്ചല്ലോ ട്രാൻസ്ഫോർമേഷൻ ക്യാമ്പസ്. സോ ആ ട്രാൻസ്ഫോർമേഷൻ നടത്താനായിട്ട് അവർക്ക് വേണ്ട ടിപ്സും ഗൈഡൻസും ഒക്കെയാണ്. സോ അപ്പം അതെല്ലാം പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ എനിക്ക് അവരോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഈ ഒരു ചാനലിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാണുക, അതിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുക. സോ അതെല്ലാം ഫോളോ ചെയ്താൽ വാട്ട് ഹാപ്പൻസ് ഈസ് as the time goes on, you will be consistent, you will be highly disciplined, and of course ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആകാനുള്ള പാഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. സോ if passion is there, if consistency is there, and if you're highly disciplined, so നിങ്ങൾ ആഗ്രഹിച്ച ഒരു മെഡിക്കൽ കോളേജ് ഏതാണോ, ഒരു MBBS സീറ്റ് ഏത് കോളേജിൽ നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അവിടെ ഞങ്ങൾ നിങ്ങളെ എത്തിച്ചിരിക്കും. അതാണ് എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള പ്രോമിസ്.